നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനിന്ന് തമിഴ്നാട് തഞ്ചാവൂരുള്ള ബൃഹദീശ്വര ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. ബൃഹദീശ്വര ടെമ്പിൾ അല്ലെങ്കിൽ പെരിയ കോവിൽ, അവിടെ ഉള്ളവരൊക്കെ പെരിയ കോവിൽ എന്നാണ് ഈ ക്ഷേത്രത്തിന് പറയുന്നത്. ശിവക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ബൃഹദീശ്വര ടെമ്പിളിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം കേട്ടോ. എന്താ പറയാ, ഒരു വല്ലാത്തൊരു ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. ഇപ്പോൾ ഒരു 5:30 മണി കഴിഞ്ഞു, 6 മണിയായപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എല്ലാവരും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് വരാം. ഈ വീഡിയോയിൽ കാണുന്നതല്ല, നിങ്ങൾ നേരിട്ട് തന്നെ പോയി ആ അമ്പലത്തിൻ്റെ ഭംഗി നിങ്ങൾ ആസ്വദിക്കണം. അത്ര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ എത്തിയപ്പോൾ 4:30 മണിയായി. പെട്ടെന്ന് അവിടെ നേരെ ഇരുട്ടി. അപ്പോൾ തന്നെ അവിടെ ഈ അമ്പലത്തിലെല്ലാം LED ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും കൂടെ കാണുമ്പോൾ വേറെ ലെവലാണ് കേട്ടോ ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഞാനാണെങ്കിൽ രാത്രി അവിടെ ഒരു 8:30 മണി വരെ അവിടെ ഇരുന്നു. ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നുണ്ട്. കുറേ പേര് ഞാനും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് മതിയാവാഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ 6:30 മണിയായപ്പോൾ വീണ്ടും ഞാൻ ക്ഷേത്രത്തിൽ പോയായിരുന്നു. അപ്പോഴും അവിടുത്തെ ഒരാൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയി. അതായത് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജരാജ ചോളൻ നിർമ്മിച്ചതാണ്. ഈ അമ്പലം പണിതേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിഴല് താഴെ അടിക്കത്തില്ല. കാരണം ആ മെയിൻ ഗോപുരത്തിൻ്റെ, കാരണം ഭഗവാന്റെ നിഴലിൽ പോലും നമ്മൾ ചവിട്ടണ്ട എന്നുള്ള രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. അതുമാത്രമല്ല, അമ്പലത്തിൻ്റെ മേലെ കാണുന്ന ഒരു കുംഭമുണ്ട്, ഏറ്റവും ടോപ്പിൽ കാണുന്നത്. ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അത് 80 ടണ്ണാണ് അതിൻ്റെ ഭാരം. ഒന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ, അന്നത്തെ കാലത്ത് ഈ ഇത്രയും 80 ടൺ വെയിറ്റുള്ള സാധനം എങ്ങനെയായിരിക്കും ഇവർ മേലെ കയറ്റിയിട്ടുണ്ടാവുക? പറയാതിരിക്കാൻ കേട്ടോ. അന്നത്തെ അവിടുത്തെ ആൾക്കാർക്ക് ഭഗവാനോടുള്ള ഭക്തിയൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക, അമ്പലത്തിൽ ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ബ്ലെസ്ഡ് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും പോയി കാണുക. പുതിയ വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ, ടേക്ക് കെയർ, ബൈ.